ഹലോ, നമസ്കാരം സാർ. ഇത് ജിയോയിൽ നിന്നാണ് വിളിക്കുന്നത്. സാറിന്റെ ജിയോ നമ്പറിൽ റീചാർജ് ചെയ്യാനായിട്ടുണ്ട്. ഇത് വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ട്. റീചാർജ് ചെയ്തിട്ടില്ലല്ലോ. അത് ഇന്ന് നാളെ റീചാർജ് ചെയ്യാം. ഇതിന്റെ പ്ലാൻ അറിയുന്നതല്ലേ? ഇത് 1 GB നെറ്റും കോളും ആണെങ്കിൽ 249 ഉണ്ട് 28 ദിവസം. 1.5 GB നെറ്റും കോളും ആണെങ്കിൽ 299. 2 GB നെറ്റും കോളും ആണെങ്കിൽ 349. ഏതെങ്കിലും ഒരു പ്ലാൻ ചാർജ് ചെയ്യുന്നത് ഇന്ന് ചെയ്യുമല്ലോ. താങ്ക് യു സർ. പലർക്കും ഇങ്ങനെയൊരു കോൾ വന്നിട്ടുണ്ടാകും. ജിയോയുടെ ശീതീകരിച്ച കസ്റ്റമർ കെയർ റൂമിൽ നിന്നാണ് ഈ വിളിയെന്ന് കരുതിയെങ്കിൽ തെറ്റി. ആത്മവിശ്വാസം കൈമുതലാക്കി അസുഖത്തെ ചെറുത്തു തോൽപ്പിക്കുന്ന കടുമേനി സ്വദേശിയായ TR ഉഷയുടെ ശബ്ദമാകും ചിലപ്പോൾ നിങ്ങളുടെ കാതിലെത്തിയിട്ടുണ്ടാവുക. മസ്കുലർ ഡിസ്ട്രോഫി എന്ന രോഗം കടന്നാക്രമിച്ചപ്പോഴും അതിനെയൊക്കെ അതിജീവിച്ച് ഉഷ ജീവിതം തുന്നിച്ചേർക്കുകയാണ്. ടെലികോളറായി ജോലി ചെയ്യുന്ന ഉഷ കഴിഞ്ഞ 15 വർഷമായി വീൽചെയറിലിരുന്ന് തയ്യൽ ജോലിയും ഉപജീവനമാക്കിയിരുന്നു. ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ കടുമേനി സ്വദേശിയാണ് 47-കാരി ഉഷ. കടുമേനി സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ തുടങ്ങി. 10ാം ക്ലാസ് ആയപ്പോഴേക്ക് അരയ്ക്കു താഴെ തളർന്നു. പിന്നീട് വീട്ടിലെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയ ഉഷ അതിജീവനത്തിന്റെ ചുവടുകൾ കയറി തുടങ്ങി. മാതാപിതാക്കളും സഹോദരങ്ങളും ഒപ്പം നിന്നു. ഇലക്ട്രിക് വീൽചെയർ വാഹനം കിട്ടിയപ്പോൾ പുറത്തൊക്കെ പോകാൻ തുടങ്ങി. ക്ഷേത്രത്തിൽ ഉത്സവം കാണാനും ഉഷ പോയിരുന്നു. തയ്യൽ പഠിക്കുകയായിരുന്നു സഹോദരി സുജാത. ചേച്ചി വീട്ടിലെത്തി തയ്ക്കുമ്പോൾ ഉഷ നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെയാണ് ഉഷ തയ്യൽക്കാരിയാകുന്നത്. മോട്ടോർ ഘടിപ്പിച്ച തയ്യൽ മെഷീനുമുണ്ട്. രോഗം വല്ലാതെ ശല്യപ്പെടുത്തിയപ്പോൾ അത്യാവശ്യം വസ്ത്രങ്ങൾ മാത്രം തയ്ക്കാമെന്ന് തീരുമാനിച്ചു. തുടക്കം എന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ട്, പിന്നെ ഇങ്ങനെ വീണോണ്ടിരിക്കും. അങ്ങനെ തുടങ്ങിയത്. അങ്ങനെ ഡോക്ടറെ കാണിച്ച സമയത്ത് ആദ്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ മസ്കുലർ ഡിസ്ട്രോഫി ആണെന്ന് മനസ്സിലാകുന്നു. അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു. ഇങ്ങനെ പ്രായമാവുന്നതിനനുസരിച്ച് തയ്ക്കുന്നത് അത്യാവശ്യം സ്വന്തം മാത്രമേ തയ്ക്കുന്നുണ്ട്. തയ്ക്കാനുള്ള ബുദ്ധിമുട്ട് ആയതുകൊണ്ട് പിന്നെ ടെലികോളിംഗ് ജോലി ചെയ്യുന്നുണ്ട്. വീട്ടിലിരുന്ന് തന്നെ തയ്യൽ വീട്ടിലിരുന്ന് തന്നെ പഠിച്ച ചേച്ചി തയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ടു പഠിച്ചു. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തയ്യൽ പഠിക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തു. തയ്ക്കാൻ ബുദ്ധിമുട്ടായി. അപ്പം എന്തെങ്കിലും ഒരു വരുമാനം വേണമെന്ന് ഉണ്ടായിരുന്നു. നേരം മൈൻഡ് എന്ന് പറയുന്ന സംഘടനയിൽ തന്നെ അവർ തന്നെ ആക്കി തന്നത് ജിയോയിൽ ടെലികോളിംഗ് ജോലി. ഒന്നര വർഷമായി ടെലികോളറായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അതിൽ നിന്നും ചെറിയ വരുമാനവും ലഭിക്കുന്നുണ്ട്. എല്ലാവരെയും അങ്ങ് ഇരുത്തിക്കളയാമെന്ന് അഹങ്കരിക്കുന്ന മസ്കുലർ ഡിസ്ട്രോഫി രോഗത്തോട് പൊരുതാൻ തന്നെയാണ് ഉഷയുടെ തീരുമാനം. ETV ഭാരത്, കാസർഗോഡ്.